ഓണമെത്തി. ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികളുടെയൊക്കെ മനസ്സിൽ ഒത്തിരി സന്തോഷം നൽകുന്നൊരു ദിവസം. ഓണമെന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു ആദ്യം ഓടിയെത്തിയിരുന്നത്? പൂക്കളം ഇല്ലേ? വിവിധ തരം പൂക്കൾ, തുമ്പപ്പൂ, പിച്ചിപ്പൂ, ചെത്തിപ്പൂ, ജമന്തിപ്പൂ, സൂര്യകാന്തി, ഇങ്ങനെ വിവിധ വർണ്ണത്തിലുള്ള പൂക്കളുകൾ കൊണ്ട് വീടിൻ്റെ മുറ്റത്ത് പൂക്കളൊക്കെ ഇട്ട് കൂട്ടുകാരൊക്കെ കൂടി ഊഞ്ഞാലൊക്കെ കെട്ടി ഊഞ്ഞാലുമ്പോൾ പൂക്കൾ ചുറ്റി എന്ത് രസമായിരുന്നു ആ കാലം അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയാമോ എന്ന് പോലും അറിയില്ല. എന്നാലും ചുരുക്കം ചിലരുണ്ട് ആ പഴയ കാലഘട്ടം പൂർണ്ണമായിട്ട് ആസ്വദിച്ച് ജീവിച്ചവർ. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണം, എല്ലാം അറിഞ്ഞു വളരണം കുട്ടികൾ. പിന്നീട് എന്താ തെളിയുന്നത്? മാവേലി. മാവേലി എന്ന് പറയുമ്പോൾ വയറ്. സത്യത്തിൽ വയറുണ്ടോ മാവേലിക്ക്? ആരെങ്കിലും മാവേലിനെ കണ്ടിട്ടുണ്ടോ? എന്നിരുന്നാലും അതങ്ങനെ ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണൊരു സുഖവും ഒരു സന്തോഷവും. പിന്നീട് സദ്യ. നല്ല വാഴയിലയിൽ വിവിധ തരത്തിലുള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള സദ്യ. അതെന്തു ഭംഗിയാണ്! അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് അല്ലേ? അപ്പം കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വേറൊന്നും വേണ്ട, നന്നായിട്ട് ഓണം ഉണ്ണണം. എന്നാലാണ് മനുഷ്യന് ഇന്നത്തെ ഒരു ദിവസം ഓണം ഉണ്ണാത്തവൻ അല്ലെങ്കിൽ രോഗങ്ങളും വെച്ചിട്ട് എനിക്ക് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്നവൻ വിഡ്ഢികളുടെ കൂട്ടത്തിലെന്ന് ഞാൻ പറയണം. ധൈര്യമായിട്ട് കഴിച്ചോളൂ. വിഭവസമൃദ്ധമായ പല തരത്തിലുള്ള രുചിക്കൂട്ടുകളടങ്ങിയ കളറുകളുള്ള കറികൾ, പല ടേസ്റ്റ് ഇല്ലേ? ഇന്നത്തെ ഒരു ദിവസം അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖവും അങ്ങോട്ട് കയറി മൂക്കാനൊന്നും പോണില്ല. ധൈര്യമായിട്ട് കഴിച്ചു. ഒരു ദിവസമല്ലേ? വീട്ടിൽ നമ്മുടെ അമ്മമാർ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ വയ്യാണ്ടൊക്കെ ഇരിക്കണ്ടെങ്കിലും നിർബന്ധമായിട്ട് ആരെ കൊണ്ട് കഴിപ്പിക്കും. അത് ഷുഗർ കൂടും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കണ്ട. ഇന്നത്തെ ദിവസം അവർ കഴിക്കട്ടെ, എല്ലാവരും കഴിക്കട്ടെ. പൂർണ്ണമായിട്ട് നല്ല മനസ്സും നിറഞ്ഞ് ഭക്ഷണം കഴിക്കട്ടെ. ചോറിൻ്റെ അളവ് മാക്സിമം കുറച്ചിട്ട് എല്ലാ കറികളും കുറച്ച് കൂടുതലായിട്ട് കഴിച്ചോട്ടെ. ഇന്നത്തെ ദിവസം ഇത്രയും കറികളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓണം ഉണ്ണാനായിട്ട് നമ്മൾ എല്ലാത്തരം 10-30ഓളം കറികളുണ്ടാവും, വിഭവങ്ങളുണ്ടാവും. കറികളല്ല, 10-30ഓളം വിഭവങ്ങൾ അടങ്ങുന്ന ഒരു സദ്യയാണ് യഥാർത്ഥ ഓണസദ്യ. അതൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും കിട്ടുന്ന കറികളെല്ലാം ഉണ്ടാക്കുക, പല രുചികളിലുള്ളത്. അപ്പോൾ എല്ലാം കൂടി എന്തായാലും നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് സദ്യ ഉണ്ണുക. ചോറിൻ്റെ അളവ് അല്പം കുറച്ചിട്ട് ബാക്കിയുള്ളത് കൂട്ടി. ഒപ്പം എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ്, ആ പാലട വേണമെങ്കിൽ ഒരല്പം ഒഴിവാക്കണം എന്നല്ല, ഒരല്പം അതിൻ്റെ അളവ് മാത്രം കുറച്ചിട്ട് ശർക്കര പായസം നന്നായിട്ട് കഴിച്ചു. ഇതെല്ലാം ഷുഗർ കയറ്റും, BP കയറ്റും, ഒന്നും ശ്രദ്ധിക്കേണ്ട. ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ച് പറ്റിയാൽ അടുത്തുള്ള ഒരു അയൽവാസികളെ വിളിച്ച് നമ്മുടെ പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുപോകാം. അയൽവാസികളാ, ബന്ധുക്കളാ, സുഹൃത്തുക്കളാ എല്ലാവരും കൂടിയിരുന്നിട്ട് ഇന്നത്തെ ദിവസം മൊബൈൽ എടുക്കണ്ട. ആ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കരുത്, അത് തൊണ്ടയിൽ കുടുങ്ങും. അതൊന്നും വേണ്ട. പക്ഷേ കൊച്ചു വർത്തമാനം പറഞ്ഞ് ആസ്വദിച്ച് ആ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയി കുട്ടികളിലൊക്കെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എല്ലാവരും നന്നായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക, വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ക്ലിനിക്കിൻ്റെയും പേരിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് ആയുസ്സുള്ള, സന്തോഷം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ അടുത്ത വർഷം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസരം കൂടി സർവേശ്വരൻ നമുക്കുണ്ടാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.